ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോണ ഒരു റിമോട്ട് കിറ്റ് ആണ്. സാധാരണ രീതിയിൽ നമുക്കൊരു ആംപ്ലിഫയർ ഒക്കെ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ഒരു 5.1 ചെയ്യാൻ പറ്റിയ സ്വിച്ചിങ് കണക്ഷനോ കാര്യങ്ങളൊന്നും അധികം കൊടുക്കാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റിമോട്ട് കിറ്റ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോണത്. അപ്പോൾ ഇത് ഇതേപോലത്തെ ഒരു ബോക്സിലാണ് വരുന്നത്. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിന്റെ വില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പൊ കുറെ ആൾക്കാരായി ചോദിക്കുന്നു നമ്മളെ ബോക്സിന്റെ വർക്ക് എന്തായിരുന്നു. ബോക്സ് നമ്മൾ പെയിന്റ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫ്രണ്ടിലേക്കുള്ള ഗ്രില്ല് നെറ്റ് എന്ന് ഉദ്ദേശിച്ചപ്പോൾ ചിലവർ വിചാരിച്ചു ഇതിന്റെ സൈഡ് ഗ്യാപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. നമ്മൾ അടിക്കണ പലകയുടെ ചെറിയൊരു ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല. ഫുള്ളായിട്ട് പശ നമ്മൾ ചുരുങ്ങിയതൊരു 1/4 ഇഞ്ചോളം കനത്തിൽ പശ ഇട്ടിട്ട് അത് ആണി അടിക്കുമ്പോൾ രണ്ട് സൈഡിക്കും തുറിച്ച് വരാവുന്ന രീതിയിലാണ് നമ്മളത് അടിക്കുക ബോക്സ്. അപ്പൊ അത് കാരണം അതിന് ചെറിയൊരു എയർ ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല. നമ്മൾ തുളയ്ക്കുന്ന ഹോളിൽ നിന്നല്ലാണ്ട് നമ്മൾ തുളയ്ക്കുന്ന എയർ ഹോള്, നമ്മൾ പുറത്തേക്ക് എയർ തള്ളാവുന്ന എയർ ഹോളിൽ നിന്നല്ലാണ്ട് വേറൊരു ഭാഗത്തൂടെ ആ ബോക്സിന് എയർ പുറത്തേക്ക് തള്ളില്ല. അപ്പൊ അത് നമ്മൾ മാറ്റ് ബ്ലാക്കും ഫ്രണ്ടേജ് റെഡും കൂടി പെയിന്റ് അടിച്ചിട്ട് സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആംപ്ലിഫയർ നമ്മൾ ചെയ്തിട്ടില്ല. ആംപ്ലിഫയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫോമർ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. അപ്പൊ അതാണ് കാര്യം. അപ്പൊ ക്യാമറ നീങ്ങിപ്പോയതാണ്. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ ഇതാണ് നമ്മളെ ട്രാൻസ്ഫോമർ. അപ്പൊ എന്തോരം സൈസ് ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അതില് ഇത് ഏകദേശം എത്ര വോൾട്ടേജ് ഉണ്ടാവും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതിന്റെ പ്രൈമറി സെക്ഷൻ കാണുന്ന കമ്പിയാണ് ഈ കാണുന്നത്. ഇത്രത്തോളം കാണാനുണ്ട് കമ്പി. അപ്പൊ അത് നമ്മൾ സോഫ്റ്റ് ഷാർട്ടറോ അല്ലെങ്കിൽ ഇതിൽ ഇൻവെർട്ടറിനെ വരുന്ന പോലെ ഒരു ബോർഡ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കമ്പിയുടെ മേക്ക് നമ്മൾ വയർ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലൊക്കെ ടച്ച് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ് നമ്മൾ അതിന് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ സബും കൂടിയിട്ടുണ്ട്. 2.1 ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കാസറ്റ് ഉള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ്. നമ്മളതിൽ കുറച്ച് കാസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ള ആംപ്ലിഫയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അത് കാരണം പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതാണ് സാധനം. അപ്പോൾ ട്രാൻസ്ഫോമർ ഇതാണ്. അപ്പൊ അതിന്റെ വർക്ക് നമ്മൾ തുടങ്ങിയിട്ടില്ല, ആംബിന്റെ വർക്ക്. അപ്പൊ അടുത്ത് തന്നെ അതിന്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ആംപ്ലിഫയറിന്റെ. അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ ബോർഡ് നോക്കി നോക്കാം. ഇതിന്റെ വില കാര്യങ്ങളൊക്കെ നമുക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ബോക്സിലാണ് ഈ സാധനം വരുന്നത്. അപ്പൊ അതിന്റെ ആദ്യം തന്നെ അതിന്റെ യൂസർ മാനുവൽ ഇതിലുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഇതിലെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻപുട്ട് സെക്ഷൻ ഈ കാണുന്നതാണ് ഇൻപുട്ട് സെക്ഷൻ. ആ ബോർഡിൽ അതേപോലെ തന്നെ ഉണ്ടാവും. അതേപോലെ നമ്മളെ USB-യുടെ സെക്ഷനാണ് ഈ കാണുന്നത്. USB ഇൻപുട്ട് കൊടുക്കാനുള്ളത്. പിന്നെ അതേപോലെ നമ്മളെ 5.1 ഇൻപുട്ട് അല്ല, ഇത് മറ്റേ 3 ചാനൽ ഇൻപുട്ട്. ഓരോ സെപ്പറേറ്റ് 3 ഇൻപുട്ട് ഉണ്ട് ഇതിന് ഓൾറെഡി. പിന്നെ അതേപോലെ നമ്മളെ 5 ചാനൽ ഔട്ട്പുട്ട് ഈ കാണുന്നത്, DVD ഇൻപുട്ട് ഈ കാണുന്നത്, 12 വോൾട്ട് സപ്ലൈ, പിന്നെ അതേപോലെ ഡിസ്പ്ലേ ബോർഡിലേക്കുള്ള കണക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് USB-ലേക്കുള്ള IR മെർജ് ചെയ്ത് ഉപയോഗിക്കാനുള്ള USB ബോർഡ് ഉപയോഗിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിന് മീതെ തന്നെ ഉണ്ട്. ഈ കാണുന്നതാണ്. പിന്നെ ഡിസ്പ്ലേയുടെ വെളിച്ചം കൂട്ടാനുള്ള പ്രീസെറ്റും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ട്. FT006-V2.0 ആണ് ഇതിന് മീതെ എഴുതിയിട്ടുള്ളത്. FT006-V2.0 എന്ന് എഴുതിയിട്ടുണ്ട്. 5 ചാനൽ റിമോട്ട് 5.1 റിമോട്ട് കിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളെ വെൽക്കം നെയിം കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഫുൾ ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന് മീതെ എഴുതിയിട്ടുണ്ട്. വെൽക്കം നെയിം, അതേപോലെ ബാസ്റ്റബിൾ, അതേപോലെ IR-ന്റെ നമ്മളെ എന്താ പറയാ, നമ്മളെ ഓഡിയോ റഷ് അങ്ങനെയുള്ള ബോർഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ ഡീകോഡർ ബോർഡൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഫുൾ ഓപ്ഷനുകളും കാര്യങ്ങളും നമുക്ക് ഉണ്ട്. കാലക്രമേണ നമുക്ക് HDMI കോക്സിൽ അങ്ങനെയുള്ള ഇൻപുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യം വരുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ബോർഡ് മേടിച്ച് വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. അല്ലാതെ പിന്നെ രണ്ടാമത് നമ്മൾ പൈസ ചിലവാക്കിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. അപ്പൊ ആ ബോർഡ് മേടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ കണക്ട് ചെയ്തിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതേപോലെ ഒരു പാക്കിങ്ങിലാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് 2 ബോർഡ് വരുന്നത്. പിന്നെ അതിന്റെ എൻകോഡർ ഈ കാണുന്നതാണ് എൻകോഡർ. പിന്നെ അതിനാവശ്യമായ വയറിങ്ങിനുള്ള വയറുകളും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മളെ റിമോട്ട് അതേപോലെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. 5.1 ഹോം തിയേറ്റർ റിമോട്ട് കിറ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ OX 1, OX 2, OX 3, പിന്നെ അതുപോലെ DVD ഇൻപുട്ട്, മോഡ്, പവർ, ഗെയിന്, അതുപോലെ മെനു, FM-ന്റെ ട്യൂണിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, വോളിയം. FM-ന്റെ ട്യൂണിങ്ങും വോളിയം കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് വരുന്നത് ഒറ്റതിൽ തന്നെ. അപ്പോൾ ഇത് മാറ്റാനുള്ള പാട്ട് മാറ്റാനുള്ള സെറ്റപ്പ്, മ്യൂട്ട്, അതേപോലെ ഫ്രണ്ട് വോളിയം, മൈനസ്, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ആൻഡ് മൈനസ്. അപ്പോൾ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ളത്.
അപ്പോൾ സറൗണ്ടിൻ്റെ അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ളത് ഈ ഫ്രണ്ടിൻ്റെ തൊട്ട് തന്നെ വന്നിട്ടുണ്ട്. സബ് വോളിയം അതേപോലെ കൂട്ടാനും കുറയ്ക്കാനുള്ള സെറ്റപ്പ്, മെയിൻ മാസ്റ്റർ വോളിയം, സെൻറ്റർ, ബാസ്, ട്രബിള്, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനുകളും ഇതിൽ തന്നെ ഉണ്ട്. മൂവി, മ്യൂസിക്, പ്രോ, ഈക്വലൈസർ, പിന്നെ നമുക്ക് പാട്ടുകൾ നമ്പർ അടിക്കാനുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്. പിന്നെ ഇതിലാണ് നമ്മളെ ഈ പറഞ്ഞ കീകൾ 4, 5, 6, 7 കീയിൽ അമർത്തിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഓപ്ഷനുകൾ മാറ്റാനും നമുക്കത് ചെയ്യാനുള്ള വെൽക്കം നെയിം മാറ്റാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ റിമോട്ടിന് മീതി ഉള്ളത്. അപ്പോൾ ഇതേപോലെ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മളെ ജി സ്റ്റാറിന്റെ റിമോട്ട് കിറ്റും ഇതേപോലെ തന്നെയാണ് വരുന്നത്. അതിൽ ബാസ്, ട്രബിൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ ഓപ്ഷനുകളൊന്നും ഇല്ല. കൂടുതൽ കുറച്ച് ഓപ്ഷനുകളുള്ളൂ. അപ്പോൾ 18 കാശൂന് ഓപ്ഷനും നമുക്ക് ഉപയോഗിക്കാൻ സുഖമായിട്ടുള്ള ഒരു സാധനം ഇതാണ്. ഇതിന്റെ ഇതിൽ ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്. അപ്പൊ ഇതിന് ഏകദേശം വരുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 2000 രൂപയുടെ അടുത്ത് ഇതിന് വില വരുന്നുണ്ട്. അപ്പോൾ 2000 രൂപയുടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1900, 1850 ഒക്കെ റേഞ്ച്, പല സ്ഥലത്തും പല റേഞ്ച് ആവുക. അപ്പൊ അത് കാരണം ആ റേറ്റോളം വരുന്നുണ്ട്. 2 രൂപയുടെ അടുത്ത് ഈ സാധനത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇതിലേക്ക് കൊടുക്കാനുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USB കൊടുക്കാനുള്ള IR ഈ കാണുന്ന കണക്ഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്ന കണക്ഷനാണ് അതിന്റെ കറക്റ്റ് സെറ്റപ്പിൽ ഉള്ള കണക്ഷൻ. അപ്പോൾ ഇതിലെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ആ യൂസർ മാനുവലിന്റെ പോലെ തന്നെ. പിന്നെ നമ്മൾ എൻകോഡറിന്റെ കണക്ഷൻ കൊടുക്കാനുള്ളത് ഈ ഡിസ്പ്ലേയുടെ മീതെ തന്നെയാണ് ആ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഒക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ള കാരണം നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. വയർ മാറിപ്പോകുന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ ശ്രദ്ധിച്ച് നോക്കി കൊടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ ആ കണക്ഷൻ നമ്മൾ ഇതിൽ പ്രസ് ചെയ്യുക. ഇത് ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ എന്നുള്ള എഴുതിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അത് എടുത്തിട്ട് നേരെ ഇതിൽ കുത്തുക. പിന്നെ ഇതിൽ കുത്തുക. 12 വോൾട്ട് സപ്ലൈ കാണുന്നത് ഈ സൈഡിലാണ്. ഈ കാണുന്നതാണ് 12 വോൾട്ട് സപ്ലൈ. പ്ലസ് മൈനസും മാറിയോണ്ട് വേറെ പ്രശ്നങ്ങളും വരാനില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡയോഡ് ഇട്ടിട്ടുണ്ട്, ഒരു 4007. എന്നാലും നമ്മൾ പരമാവധി അത് നോക്കി കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ നോക്കുക. വെറുതെ മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല. മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ആവില്ല. എന്താ കാരണം ഒരു ഡയോഡാണ് അവർ ഇട്ടിട്ടുള്ളത് ആകെ കൂടിയിട്ട്. 4 ഡയോഡ് ഇട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജ് ചെയ്ത പോലെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പ്ലസ് മൈനസ് മാറ്റി കൊടുത്താലും അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് കാരണം കറക്റ്റ് ചെയ്ത് തന്നെ കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ 12 വോൾട്ട് സപ്ലൈ നമുക്ക് കൊടുക്കാം. അതിൻ്റെ പൊളാരിറ്റി മാറാണ്ട് പോസിറ്റീവും നെഗറ്റീവും കറക്റ്റ് ചെയ്തിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഡിസ്പ്ലേ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഫ്രണ്ട് വോളിയം ഈ കാണുന്നതാണ്. 50 വരെയാണ് ഫ്രണ്ട് വോളിയം വരുന്നത്. റയർ, സെൻട്രൽ വോളിയാണ് ഈ കാണുന്നത്. അപ്പോൾ റിമോട്ടിലിങ്ങനെ നമുക്ക് ഇതിന് മീതെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ബാസ് 14 വരെ ഉണ്ട്. 14 വരെയാണ് ബാസ് വരുന്നത്. 0 to 14 ബാസ്. അതേപോലെ തന്നെ ട്രബിളും 0 to 14 ട്രബിള്. മാസ്റ്റർ വോളിയം അതേപോലെ തന്നെ 50 വരെയാണ് വരുന്നത്. അപ്പോൾ അത്രയും ഓപ്ഷനുകൾ നമുക്ക് ഇതിന് മീതെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് USB ബോർഡിലേക്കുള്ള കണക്ഷൻ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് കൊടുത്തില്ല. ഇപ്പോൾ USB-ക്കുള്ള കണക്ഷൻ ഇല്ല. USB നമുക്ക് ഉപയോഗിക്കാനുള്ള സെറ്റപ്പ് ഇല്ല. അപ്പോൾ USB-ലേക്കുള്ള കണക്ഷൻ നമ്മൾ ഇതിൽ നിന്ന് 5 വോൾട്ട് ഓൾറെഡി ഇതിൽ വന്നെടുക്കുന്നുണ്ട്. USB ബോർഡ് നമ്മൾ സെപ്പറേറ്റ് വെക്കുമ്പോൾ അതിലേക്കുള്ള കണക്ഷൻ ഈ കിടക്കുന്ന 5 വോൾട്ട്, അതേപോലെ ഗ്രൗണ്ട്, സെൻസറിന്റെ 1 രീതിയിലുള്ള സെൻസറിന്റെ കണക്ഷനും നമ്മൾ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ USB ബോർഡ് നമുക്ക് ഇതിലേക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാം. നമ്മൾക്ക് ഈ റിമോട്ടിൽ തന്നെ സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഉള്ളത്. പിന്നെ നമുക്ക് ഇതിന്റെ ഫുൾ അസംബ്ലിംഗ് വീഡിയോ നമ്മൾ അടുത്ത് തന്നെ എന്തായാലും വരുന്നതായിരിക്കും. നമ്മൾക്ക് ഡയലും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഡയല്, ഇതിന്റെ ഫ്രണ്ട് ഡയല് നമ്മൾ ബസ്സിലേക്ക് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 5-8 ചാനൽ ഔട്ട്പുട്ടും, അതേപോലെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ ഔട്ടും, പിന്നെ ഒരു ക്യാബിൻ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്യാബിനിൽ മാത്രം പാട്ട് കേൾക്കാനുള്ള ഒരു സെറ്റപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് സെറ്റ് ചെയ്യാനുള്ള 2-3 നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന്റെ ഡയലും കാര്യങ്ങളൊന്നും നമുക്ക് അടിച്ച് കിട്ടിയിട്ടില്ല. ആ ഡയൽ കിട്ടിയതിന് ശേഷമാണ് അതിന്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ നമ്മളെ ബോക്സിന്റെ വർക്ക് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ് സെറ്റായി വരുന്നു. ഇപ്പോൾ ഗ്രില്ല് നമുക്ക് കിട്ടിയിട്ടില്ല. ഗ്രില്ല് കൂടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കിംഗ് വീഡിയോ ഇടാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ആംപ്ലിഫയറിൽ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറക്റ്റ് വർക്കിംഗ് കിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ അതിനെ നമ്മളൊരു മോസ്ഫെറ്റ് ബോർഡും, പിന്നെ ഇന്നാൾ കാണിച്ച പോലത്തെ നമ്മളൊരു സബിനുള്ള ബോർഡും, അത്യാവശ്യം നല്ലൊരു 350-400 വാട്ട്സിന്റെ അടുത്ത് കിട്ടാവുന്ന ഒരു സബ് ബോർഡും കൂടിയിട്ടാണ് നമ്മൾ 2.1 ആമ്പാണ് ആ ബോക്സിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ 2 ബോക്സ് മാത്രമാണ് നമ്മൾ വർക്കിംഗ് കാണിക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ സബിന്റെ
ഇതാക്കാനുള്ള സബിന്റെ ബോക്സും ഊഫറും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള ഫണ്ട് സെറ്റ് ആവാത്ത കാരണം നമ്മളത് ചെയ്തിട്ടില്ല. നമുക്കുള്ളത് തന്നെയാണ്, എനിക്കുള്ളത് തന്നെയാണ് ആംപ്ലിഫയർ ഓൾറെഡി ഇന്ത്യയിൽ ഉള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി അത് റീവർക്ക് ചെയ്തെടുക്കുക എന്നുള്ളൊരു പൊളിച്ചുപണിയാണ് മൊത്തത്തിൽ. പഴയ ക്യാബിനിൽ തന്നെ നമ്മൾ ഈ ട്രാൻസ്ഫോമർ, നേരത്തെ കാണിച്ച ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആ വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ നമ്മളെ വാട്സപ്പ് നമ്പർ ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് വഴി ബന്ധപ്പെടാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.